ചാലക്കുടി പുഴയിൽ നിന്നെടുത്ത വെള്ളത്തിൽ വ്യാപകമായി മാലിന്യം കണ്ടതിനെ തുടർന്ന് തൃശൂർ കാതികൂടത്തെ നിറ്റ ജലാറ്റിൻ കമ്പനി അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് കമ്പനി വീണ്ടും തുറന്നു. മാലിന്യമൊഴുക്കുന്ന പൈപ്പ് ജനങ്ങൾ തകർത്തതിനാൽ പാടത്തുകൂടിയുണ്ടാക്കിയ പുതിയ ചാലിലൂടെയാണ് മാലിന്യമൊഴുക്കിയിരുന്നത്. ഇത് ചെന്നെത്തുന്ന വലിയ തോട്ടിലാണ് ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. മാസങ്ങൾക്ക് മുമ്പ് മാലിന്യമൊഴുക്കിയിരുന്നത് ചാലക്കുടി പുഴയിലേക്ക് നേരിട്ടായിരുന്നു. സംഭവത്തിൽ കമ്പനിക്ക് പങ്കില്ലെന്നാണ് കമ്പനിയുടെ ആവർത്തിച്ചുള്ള വിശദീകരണം. എന്നാൽ വിഷയം ഗൗരവമേറിയതാണെന്നും ഉടൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കമ്പനിയുടെ ബാക്കിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് ഈ വേസ്റ്റ് അടിച്ചു കൂട്ടുകയാണ്. ഇതിൻ്റെ രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ അളവ് കൂട്ടുമ്പോൾ ഈ വെള്ളം സീപ്പേജ് വഴി തോട് വഴി ഈ പെരുന്തോട്ടിലേക്കാണ് എത്തുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പുഴയിലേക്ക് എത്തുന്നത് ഈ തോട്ടിലൂടെയാണ്. ഇത് രാത്രി കാലങ്ങളിൽ ഇത് തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ അവിടെ ആ തോട്ടിലുള്ള മീനുകൾ ഈ തൂളിയൊക്കെയാണ്. അതൊക്കെ ഏകദേശം മൊത്തം ചത്തുപോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. രാത്രി തന്നെ നാട്ടുകാർ കമ്പനിയിലേക്ക് ചത്ത മത്സ്യങ്ങളുമായി മാർച്ച് നടത്തി. കമ്പനിയുടെ ചുറ്റുമതിലിന് സമീപത്തു നിന്നും മാലിന്യം ഒഴുകിയെത്തുന്നത് ഇതേ തോട്ടിലേക്കാണ്. പാടത്തേക്ക് കമ്പനി തുറന്നുവിട്ട മാലിന്യം തോട്ടിലേക്കെത്തിയതാണ് ഇപ്പോഴുണ്ടായ സംഭവത്തിന് കാരണം. തങ്ങൾ മലിനീകരണം നടത്തുന്നില്ലെന്ന് കമ്പനി തുടർച്ചയായി പറയുമ്പോഴും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമല്ലെന്നതിനുള്ള തെളിവാണെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യത്തിന്റെയും ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുടെയും വെള്ളത്തിന്റെയും സാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മീഡിയ 1 തൃശൂർ.